സിനിമ ഇറങ്ങിയ ഉടനെ അത് റിവ്യൂ ചെയ്യുന്നത് സിനിമയെ കൊല്ലുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള ഒരു ചർച്ച ചൂട് പിടിച്ച് നടക്കുന്ന ഒരു സമയമാണിത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇന്നലെ ഞാനൊരു റിവ്യൂ വീഡിയോ കാണുന്നത്. അത് മറ്റാരുടെ അല്ല, അശ്വന്ത് കോക്കിന്റെ വാലിബനെ കുറിച്ചുള്ള ഒരു റിവ്യൂ ആണ്. ഞാൻ ആദ്യം തന്നെ പറയാം, വാലിബൻ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ചില പേഴ്സണൽ റീസൺസ് കൊണ്ട്. സാധാരണ ഒരു നല്ല സിനിമയാണ് അല്ലെങ്കിൽ എനിക്ക് കാണണം എന്ന് തോന്നുന്ന ഒരു സിനിമയാണെങ്കിൽ ആദ്യത്തെ 2-3 ദിവസത്തിനുള്ളിൽ ഞാൻ കാണുന്നതാണ്. ഇപ്പൊ എനിക്ക് കുറച്ച് പേഴ്സണൽ റീസൺസ് കൊണ്ട് ആ സിനിമ ഇതുവരെ കാണാൻ പറ്റിയില്ല. പക്ഷേ ആ സിനിമ കണ്ട 2 പേരെ ഞാൻ കണ്ടു, മെനങ്ങാന്ന് കണ്ടിരുന്നു. അപ്പൊ അതിൽ ഒരാൾ പറഞ്ഞത് ആ സിനിമ എനിക്ക് വളരെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു എന്നാണ്. മറ്റേ ആള് പറഞ്ഞത് ആ സിനിമ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല എന്ന്. ഇത് തന്നെയാണ് നമ്മൾ യൂട്യൂബിലെ റിവ്യൂ വീഡിയോസും അല്ലെങ്കിൽ തിയേറ്റർ റെസ്പോൺസ് നോക്കിയാലും കാണുന്നത്. കുറെ പേർക്ക് ആ സിനിമ നല്ല ഇഷ്ടപ്പെട്ടു പല കാരണങ്ങൾ കൊണ്ടും, കുറെ പേർക്ക് ആ സിനിമ ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ഇതേപോലെ ഒരു മിക്സഡ് റെസ്പോൺസ് ഉള്ള ഒരു സിനിമയാണ് വാലിബൻ എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ എനിക്ക് ആ സിനിമ കണ്ടാൽ ചിലപ്പോൾ ഇഷ്ടപ്പെടുമായിരിക്കും, ചിലപ്പോൾ ഇഷ്ടപ്പെടാതിരിക്കും. ഞാനിപ്പോ ഈ വീഡിയോ ചെയ്യുന്നത് ഇദ്ദേഹത്തിന്റെ ഈ റിവ്യൂ വീഡിയോ കണ്ടതുകൊണ്ടാണ്. അദ്ദേഹത്തിന്റെ വീഡിയോസ് ഞാൻ മുമ്പ് കണ്ടിട്ടുണ്ട്. ചിലതൊക്കെ ഒരു ഡിഫറെന്റ് വേ ഓഫ് പ്രസന്റേഷൻ ആണ്. ചിലതൊക്കെ എനിക്ക് സത്യമാണല്ലോ, ഞാൻ കണ്ട സിനിമകളുടെ അഭിപ്രായങ്ങളൊക്കെ ചിലതൊക്കെ സത്യമാണല്ലോ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ ഈ വീഡിയോ എനിക്ക് കുറച്ച് സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നി. കാരണം ഇങ്ങനെ ഒരു മിക്സഡ് റെസ്പോൺസ് നിലനിൽക്കുന്ന ഒരു സിനിമയെ പറ്റി കമന്റ് പറഞ്ഞതുകൊണ്ടാണ്. ഇദ്ദേഹത്തിന്റെ റിവ്യൂ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അത് കാണാൻ സാധ്യതയുള്ളവരും അല്ലെങ്കിൽ അദ്ദേഹത്തിനെ ഫോളോ ചെയ്യുന്ന, അദ്ദേഹം ഒരു ഇൻഫ്ലുവൻസർ ആണ്, അദ്ദേഹത്തിന് ഒരു ക്രൗഡിനെ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള ഒരു കേപ്പബിലിറ്റി ഉണ്ട്. ഇപ്പൊ ഇതെനിക്ക് ഈ വീഡിയോ എന്റെ ഒരു ഫ്രണ്ട് ഷെയർ ചെയ്തതാണ്. അപ്പൊ എന്റെ ഫ്രണ്ട് പറഞ്ഞത്, ഞാൻ സിനിമ കാണാൻ വേണ്ടിയിട്ടിരുന്നതാ, ഈ ഒരു റിവ്യൂ വീഡിയോ കണ്ടതിന് ശേഷം ഞാൻ അത് കാണണ്ടെന്ന് വെച്ചു. ഇത് ആക്ച്വലി ഇദ്ദേഹം പറയുന്നത് അത് പ്രസന്റ് ചെയ്യുന്ന രീതിയും അത് കാണുമ്പോഴും ലിജോ ജോസ് പല്ലിശ്ശേരിയുടെ വേർസ്റ്റ് മൂവി എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അതൊക്കെ വളരെ സ്ട്രോങ് വേർഡ്സ് ആണ്. ഇത് കാണുന്ന ഒരാള് ഈ തിയേറ്ററിന്റെ പരിസരത്ത് പോലും പോകത്തില്ല, അത്രയും മോശമായിട്ടാണ് അദ്ദേഹം ഇത് പറയുന്നത്. ഈ സിനിമ കാണാനായിട്ട് പോസിബിലിറ്റി ഉള്ള, ഇത് കണ്ടു കഴിഞ്ഞാൽ ഇഷ്ടപ്പെടാനും ഉള്ള പോസിബിലിറ്റി ഉള്ള കുറെ ആൾക്കാരുണ്ട്. അതാണ് നമ്മൾ തിയേറ്റർ റെസ്പോൺസ് ചെയ്ത് മനസ്സിലാക്കുന്നത്. അങ്ങനെയുള്ള ആൾക്കാരെ പോലും തിയേറ്ററിൽ നിന്ന് പിന്തിരിപ്പിക്കുന്ന രീതിയിലുള്ള വീഡിയോ ആയിട്ടാണ് എനിക്കത് തോന്നിയത്. എനിക്കത് കണ്ടിട്ട് വിഷമം തോന്നി. കാരണം അങ്ങനെ പറയാൻ പാടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ അശ്വന്ത് കോക്ക് എന്ന് പറയുന്ന ആള് സിനിമയുടെ ഒരു വെൽവിഷർ ആണെന്ന്, അല്ലെങ്കിൽ ഒരു സിനിമ നല്ല സിനിമകൾ ഉണ്ടാവണം എന്നുള്ള ആഗ്രഹമുള്ള ആളാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഒരു സിനിമ റിവ്യൂ ചെയ്ത് ഇടണം എന്നുണ്ടെങ്കിൽ അത് ആദ്യത്തെ ദിവസം കാണാൻ പോകുന്നത് റിവ്യൂ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അദ്ദേഹം സിനിമ ഒരു ആരാധകൻ കൂടിയായിരിക്കണം തീർച്ചയായിട്ടും. പക്ഷെ അത് ഈ ഒരു സിനിമ ചെയ്യാൻ വേണ്ടിയിട്ട് LJP അടക്കമുള്ള ആ ഒരു ക്രൂ ചെയ്തിരിക്കുന്ന ആ ഒരു എഫേർട്ട് ടോട്ടലി ട്രിവിയലൈസ് ചെയ്യുന്ന രീതിയിലാണ് അദ്ദേഹം സംസാരിച്ചിരിക്കുന്നത്. അതൊരു ശരിയായ പ്രവണതയായിട്ട് എനിക്ക് തോന്നിയില്ല. അതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്താൽ കൊള്ളാമെന്ന് തോന്നിയത്. അല്ല, ഞാനൊരു വലിയൊരു നോൺ ഫേസോ അല്ലെങ്കിൽ അങ്ങനെ ഒരു സെലിബ്രിറ്റിയോ ഒന്നും അല്ല. പക്ഷെ എനിക്ക് എന്ന് പറയണമെന്ന് തോന്നി. എനിക്കുണ്ടല്ലോ അഭിപ്രായ സ്വാതന്ത്ര്യം. ഞാൻ ഈ റിവ്യൂ ചെയ്യുന്നതിന് ഞാൻ ഒരിക്കലും എതിരല്ല. ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാവരും അല്ലെങ്കിൽ മെജോറിറ്റി ആൾക്കാരും ഒരു സാധനം വാങ്ങുന്നതിന് മുമ്പെങ്കിലും റിവ്യൂസ് നോക്കും, അല്ലേ? നമ്മൾ ആമസോണിൽ നിന്ന് ഒരു പ്രോഡക്റ്റ് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ, ഒരു മൊബൈൽ ഫോൺ വാങ്ങുകയാണെന്ന് വെച്ചു, അപ്പൊ അത് വാങ്ങുന്നതിന് മുമ്പ് കസ്റ്റമേഴ്സ് എന്താണ് പറഞ്ഞിരിക്കുന്നത് അല്ലെങ്കിൽ അതിന്റെ എക്സ്പേർട്സ് എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളതൊക്കെ നമ്മൾ നോക്കും. അതിന്റെ പ്രോസ് എന്താണ്, കോൺസ് എന്താണ്. കാരണം നമ്മളൊരു വലിയൊരു എമൗണ്ട് സ്പെൻഡ് ചെയ്യാണ്. ഇപ്പൊ സിനിമയാണെങ്കിൽ പോലും അതൊരു പ്രോഡക്റ്റ് ആണ്. അത് പണ്ടത്തെ പോലെ ഒരു 150 രൂപയ്ക്ക് പോയി കാണാൻ പറ്റില്ല ഇപ്പൊ സിനിമ. ഒരു ഫാമിലി, ഒരു അച്ഛനും അമ്മയും 2 കുട്ടികളും അടങ്ങുന്ന ഒരു ഫാമിലി പോകണമെന്നെങ്കിൽ പോയി ഒരു മൾട്ടിപ്ലക്സിൽ സിനിമ കാണണം എന്നുണ്ടെങ്കിൽ ഒരു 1000 തൊട്ട് ഒരു 1500 രൂപ വരെയൊക്കെ ചെലവാകും. അവർക്ക് ആ സിനിമ എങ്ങനെ ഉണ്ടെന്ന് അറിയണ്ടേ. അപ്പൊ അതിന് റിവ്യൂ വീഡിയോസ് ഡെഫിനറ്റ്ലി ഹെൽപ്പ് ചെയ്യും. അത് അഭിപ്രായ സ്വാതന്ത്ര്യം നമ്മുടെ രാജ്യം അനുവദിച്ചു തരുന്നുണ്ട്. അതുകൊണ്ട് അത് പറയുന്നതിൽ ഒരു തെറ്റുമില്ല. പക്ഷെ ഇങ്ങനെ രീതിയിൽ ഒരു പീസ് ഓഫ് ആർട്ട് അത് പെർഫെക്റ്റ് ആക്കാൻ അല്ലെങ്കിൽ എല്ലാവരെയും ഇമോഷണലി സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നമ്മൾ ഒരു കലാസൃഷ്ടിയെ എൻജോയ് ചെയ്യുന്നത് നമ്മുടേതായിട്ടുള്ള നമ്മുടെ ലിമിറ്റേഷൻസ് അല്ലെങ്കിൽ നമ്മുടെ എക്സ്പീരിയൻസ് വെച്ചിട്ടാണ്. ഇപ്പം എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സിനിമ അല്ലെങ്കിൽ പോട്ടെ, ഒരു നാടകമാവാം അല്ലെങ്കിൽ ഒരു കഥയാവാം, നോവലാവാം, എന്തോ ആവാം, അത് മറ്റൊരാൾക്ക് അതുപോലെ ഇഷ്ടപ്പെട്ടു എന്ന് വരത്തില്ല. എന്റെ എക്സ്പീരിയൻസ് കൊണ്ടാണത്. പക്ഷെ ഞാൻ പറയാണ് അത് മോശം വർക്കാണ്, അത് വേഴ്സ്റ്റ് ആണ് എന്ന് പറയുന്നത് ശരിയാണോ? അതെന്റെ മാത്രം അഭിപ്രായമല്ലേ? അത് ഒരു റിവ്യൂ വീഡിയോ ചെയ്യുമ്പോൾ അതിൽ ഇതൊക്കെയാണ് അതിന്റെ പ്രോസ് ആയിട്ട് എനിക്ക് തോന്നിയത്, ഇതൊക്കെയാണ് അതിന്റെ കോൺസ് ആയിട്ട് എനിക്ക് തോന്നിയത്. ആൻഡ് എനിക്ക് തരുന്ന എനിക്ക് കൊടുക്കാൻ പറ്റുന്ന റേറ്റിംഗ് ഇത്രയാണ് എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ അതിനെങ്ങനെ എഴുതി തള്ളി ബാക്കിയുള്ളവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന രീതിയിലുള്ള വേർഡ്സ് യൂസ് ചെയ്യുക,
പിന്നെ ഒരു കാര്യമുണ്ട്, നമ്മളിപ്പം ലിജോ ജോസ് പല്ലിശ്ശേരി ഈ സിനിമ റിലീസ് ചെയ്തതിന്റെ ആദ്യത്തെ റെസ്പോൺസിനെ പറ്റിയും വൈകുന്നേരത്തെ റെസ്പോൺസിനെ പറ്റിയും ഒരു ടോക്ക് ഷോയിൽ പറയുന്ന കേട്ടു. അദ്ദേഹം പറഞ്ഞത് വളരെ ശരിയായിട്ട് എനിക്ക് തോന്നി. രാവിലെ ഒരു മാസ് ക്രൗഡ്, ഒരു ലാലേട്ടന്റെ ഒരു മാസ് സിനിമ കാണാൻ വേണ്ടിയിട്ട് തിയേറ്ററിൽ പോയ ആൾക്കാർക്ക് നിരാശ ഉണ്ടായി. കാരണം അതങ്ങനെ ഒരു സിനിമ ആയിരിക്കത്തില്ല. അപ്പോൾ വൈകുന്നേരം കണ്ട ആൾക്കാർക്ക് ആ സിനിമ കുറച്ചുകൂടി എൻജോയ് ചെയ്യാൻ പറ്റി. രാവിലെ കണ്ട ആൾക്കാർക്ക് അത് അത്ര സുഖിച്ചില്ല. അതും ഒരു ഫാക്ടറാണ്. നമ്മൾ കൂടെ ഇരിക്കുന്ന ആൾക്കാരുടെയും ഒരു ഫാക്ടറാണ് നമ്മൾ ആ സിനിമ എങ്ങനെ എൻജോയ് ചെയ്യാൻ സിനിമ എങ്ങനെ എൻജോയ് ചെയ്യുന്നു എന്നുള്ളത്. അങ്ങനെ കുറെ ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പൊ നമ്മൾ അതിനെയും പല കാര്യങ്ങളും കൺസിഡർ ചെയ്യാതെ ഇങ്ങനെ ഒരു സിനിമയെ, അല്ലെങ്കിൽ ഏതൊരു സിനിമയോ ആയിക്കോട്ടെ, ഇങ്ങനെ എത്രയും മോശമായിട്ട് പറയുന്നത് ഡെഫിനറ്റ്ലി ഒരു നല്ല ഒരു ട്രെൻഡ് അല്ല. അത് കുറച്ചൊന്ന് മയത്തില് ഒന്ന് ആലോചിച്ചിട്ട് ചെയ്യേണ്ടതല്ലേ എന്നുള്ളതാണ് എന്റെ ഒരു ചോദ്യം.